സുഹൃത്തുക്കളെ നമസ്കാരം. ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഒരു കാരണവശാലും സൗജന്യമായി മറ്റുള്ളവർ നമുക്ക് നൽകുകയാണ് എങ്കിൽ സ്വീകരിക്കാൻ പാടില്ലാത്ത ചില വസ്തുക്കളുണ്ട്. ഈ വസ്തുക്കൾ സൗജന്യമായി മറ്റൊരാളിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുകയാണ് എങ്കിൽ പലതരത്തിൽ നമ്മുടെ ജീവിതത്തിൽ അത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ധനപരമായിട്ടുള്ള നഷ്ടങ്ങളും ബാധ്യതകളും നമുക്ക് വരുത്തി വെക്കുകയും നമ്മുടെ കൈകളിലുള്ള ധനം ചോർന്നു പോവുകയും ചെയ്യും എന്നുള്ളതാണ് വിശ്വാസം. വിശ്വാസം അനുസരിച്ച് ആരുടെയും കൈകളിൽ നിന്ന് സൗജന്യമായി സ്വീകരിക്കാൻ പാടില്ലാത്ത വസ്തുക്കൾ ഏതൊക്കെയാണ് എന്നറിയാം. അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്ലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചോളൂ. അങ്ങനെയെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി വരുന്നതുമാണ്. ജീവിതത്തിൽ പലപ്പോഴും സൗജന്യമായിട്ട് കിട്ടുന്ന പല കാര്യങ്ങളും നമ്മൾ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് നിറഞ്ഞ മനസ്സോടു കൂടിയിട്ട് സ്വീകരിക്കാറുണ്ടല്ലേ. 1 രൂപ പോലും മുതൽ മുടക്കില്ലാതെ നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചേരുന്ന ഈ വസ്തുക്കളെ തികഞ്ഞ മനസ്സോടെ അല്ലാതെ സന്തോഷത്തോടെ അല്ലാതെ ആരാണ്ട് സ്വീകരിക്കുക. എന്നാൽ ചിലരുണ്ട് ആചാരവിശ്വാസത്തിന്റെ ഭാഗമായി നമ്മൾ ഇനി മനസ്സിലാക്കാൻ പോകുന്ന വസ്തുക്കൾ സൗജന്യമായോ ദാനമായോ നൽകുകയാണ് എങ്കിൽ ഇവർ ഒരിക്കലും സ്വീകരിക്കുകയില്ല. ഒരുപക്ഷെ ജീവിതത്തിൽ വളരെ സാമ്പത്തികമായി അഭിവൃദ്ധിപ്പെട്ടവരോ ഉന്നതി പ്രാപിച്ചവരോ ആണ് ഇവർ എന്ന് വേണം നമുക്ക് ഇവരെ കുറിച്ച് പറയുവാന്. പലപ്പോഴും സൗജന്യമായി കിട്ടുന്ന ഈ വസ്തുക്കൾ നമ്മുടെ ജീവിതത്തിൽ നന്മയല്ല, മറിച്ച് പലവിധ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളുമാണ് വരുത്തി വെക്കുന്നത്. സൗജന്യമായിട്ടുള്ള വസ്തുക്കൾ നമ്മൾ മറ്റൊരാളിൽ നിന്ന് സ്വീകരിക്കുകയാണ് എങ്കിൽ അവരോടൊരു കടപ്പാട്, നന്ദി, വിധേയത്വം പുലർത്താൻ നമ്മൾ നിർബന്ധിതരായിത്തീരും. ഇത് പലപ്പോഴും നമ്മുടെ സ്വാതന്ത്ര്യത്തെയും നമ്മുടെ തീരുമാനങ്ങളെയും വലിയ അളവിൽ ദോഷപ്രദമായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. സ്നേഹപൂർവ്വം നൽകുന്ന സമ്മാനങ്ങളാണെങ്കിൽ കൂടിയും അതിനു പിന്നിൽ ഈ തരുന്നവർക്ക് ചില ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും. ഇതിനർത്ഥം എല്ലാ സമ്മാനങ്ങളും മോശമാണ് എന്നുള്ളതല്ല. എന്നാൽ ചില വസ്തുക്കൾ അത് സൗജന്യമായി നൽകിയാൽ അതാരും സ്വീകരിക്കാറില്ല. അത് നമ്മുടെ ജീവിതത്തിൽ നെഗറ്റീവ് ഊർജം ക്ഷണിച്ചു വരുത്തും എന്നുള്ളതാണ് സങ്കല്പം, വിശ്വാസം. അപ്പോൾ തുടർന്നുള്ള ജീവിതത്തിൽ ആരെങ്കിലും ഇത്തരം വസ്തുക്കൾ തന്നു കഴിഞ്ഞാൽ നിരസിക്കുന്നതിന് വേണ്ടിയിട്ട് ഏതൊക്കെയാണ് ആ വസ്തുക്കൾ എന്ന് വിശദമായി ഇനി മനസ്സിലാക്കാം. ഒന്നാമത്തെ വസ്തു എന്ന് പറയുന്നത് സൂചിയാണ്. സൂചി എന്ന് പറയുന്നത് വളരെ ചെറിയൊരു വസ്തുവാണെങ്കിലും സൗജന്യമായിട്ടോ ദാനമായിട്ടോ മറ്റൊരാൾ നമുക്കത് സമ്മാനിക്കുകയാണ് എങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ നെഗറ്റീവ് ഊർജം വർദ്ധിപ്പിക്കും എന്നുള്ളതാണ്. സൂചിക്ക് മുറിവേൽപ്പിക്കാനുള്ളൊരു കഴിവ് അതിനുണ്ടല്ലേ. അതുകൊണ്ട് തന്നെ ബന്ധങ്ങളിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നൊരു വിശ്വാസമുണ്ട്. അനാവശ്യ തർക്കങ്ങള്, മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങള്, ഇതൊക്കെ ഈ സൂചി കടമായി സ്വീകരിക്കുന്നതിലൂടെ, ദാനമായി സ്വീകരിക്കുന്നതിലൂടെ, സമ്മാനമായി സ്വീകരിക്കുന്നതിലൂടെ ഉണ്ടാകാൻ സാധ്യതയുള്ളതായിട്ടാണ് പ്രാചീന വിശ്വാസങ്ങൾ, നാട്ടുവിശ്വാസങ്ങൾ ഇതൊക്കെ പറയുന്നത്. അതുകൊണ്ട് സൂചി ഒരിക്കലും സൗജന്യമായിട്ട് നമ്മൾ സ്വീകരിക്കാതിരിക്കുക. കടയിൽ നിന്നാണ് നമ്മൾ മേടിക്കുന്നതെങ്കിൽ പോലും അത് ധനം കൊടുത്ത് സ്വീകരിക്കാം. പിന്നീട് പണമൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മളത് വാങ്ങാതിരിക്കുകയാണ് ഉചിതം. രണ്ടാമത്തെ വസ്തുക്കൾ എന്ന് പറയുന്നത് തൂവാലകളാണ്, അല്ലെങ്കിൽ കർച്ചീഫ്. വാസ്തുശാസ്ത്രം അനുസരിച്ച് തൂവാലകൾ ഒരിക്കലും ആരിൽ നിന്നും അത് മുന്നേ സൂചിപ്പിച്ചതുപോലെ കടമായിട്ടോ ദാനമായിട്ടോ സമ്മാനമായിട്ടോ സ്വീകരിക്കാൻ പാടില്ല എന്നാണ് പറയപ്പെടുന്നത്. ഇങ്ങനെ നിങ്ങൾ തൂവാലകൾ സ്വീകരിക്കുകയാണ്, സൗജന്യമായിട്ട് സ്വീകരിക്കുകയാണ് എങ്കിൽ അതും ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാക്കി തീർക്കും എന്നുള്ളതാണ്. സ്നേഹബന്ധങ്ങളെ പരസ്പരം ദൃഢമാക്കുന്നതിന് പകരം അകൽച്ച ഉണ്ടാക്കാനും വിള്ളലുണ്ടാക്കുവാനും തൂവാലകൾ സമ്മാനമായി സ്വീകരിക്കുന്നതിലൂടെ അത്തരമൊരു നെഗറ്റീവ് എനർജി നമ്മളെ ബാധിക്കും, ആദേശം ചെയ്യും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്വന്തം ഇഷ്ടമനുസരിച്ചുള്ള തൂവാലകൾ അത് വില കൊടുത്ത് നമ്മൾ സ്വന്തമാക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി മൂന്നാമത്തെ വസ്തു എന്ന് പറയുന്നത് നമ്മുടെ സാക്ഷാൽ കല്ലുപ്പാണ്. നമ്മുടെ ഐശ്വര്യത്തെ ചോർത്തി വിടുന്ന ഒരു കൈമാറ്റമായിട്ടാണ് ഉപ്പിന്റെ കൈമാറ്റം പറയപ്പെടുന്നത്. തമിഴ്നാട്ടിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഭക്ഷണത്തിൽ അവർ ആദ്യം വിളമ്പുന്നത് ഉപ്പാണ്. ഒരിക്കലും നമ്മൾ ഉപ്പ് അവരോട് ആവശ്യപ്പെടുന്നത് അവരെല്ലാം ലക്ഷ്മി ചൈതന്യത്തെ കെടുത്തുമെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ ആവശ്യപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ എത്രയൊക്കെ കറിക്ക് ഉപ്പ് ഉണ്ട് എങ്കിലും വിഭവങ്ങൾ വിളമ്പുന്നതിന് മുൻപായിട്ട് അവർ ആദ്യം ഉപ്പാണ് വിളമ്പുക. അപ്പൊ ഇങ്ങനെയുള്ള ഉപ്പും ഒരിക്കലും നമ്മളത് കൈമാറ്റം ചെയ്യരുത്. സൗജന്യമായിട്ടോ ദാനമായിട്ടോ കൊടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഉപ്പ് എപ്പോഴെങ്കിലും നമ്മൾ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുവെങ്കിൽ അതിന്റെ തുക നമ്മൾ കൊടുക്കുകയാണ് ഏറ്റവും ഉചിതം എന്ന് പറയുന്നത്. കടമായിട്ട് നമ്മൾ ഉപ്പ് സ്വീകരിക്കാനും പാടില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോ ഉപ്പൊക്കെ പലപ്പോഴും പല വീടുകളിലും തീർന്നു പോകാൻ സാധ്യതയുണ്ട്. അത്തരം സന്ദർഭത്തിൽ ഒരുപക്ഷെ ഓടിച്ചത് നമ്മൾ അയൽ വീടുകളിൽ നിന്നൊക്കെ
ഉപ്പ് മേടിക്കാനും സാധ്യതയുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉപ്പ് ഒരിക്കലും നമ്മുടെ ഗൃഹത്തിൽ തീർന്നു പോകരുത് എന്നുള്ളതാണ്. ഉപ്പിന് ഒരിക്കലും ഒരു ക്ഷാമമോ കുറവോ വരാൻ പാടില്ല എന്നുള്ളതാണ്. ഉപ്പിന് ദാരിദ്ര്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗൃഹത്തിൽ ആകെ കൂടി ദാരിദ്ര്യം, അതുപോലെ മൂദേവി, ധനമില്ലാത്തൊരവസ്ഥ, രോഗങ്ങൾ, ദുരിതങ്ങൾ അടിക്കടി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അപ്പോൾ ഞാൻ മുന്നേ സൂചിപ്പിച്ചതുപോലെ അയൽ വീടുകളിൽ നിന്നിട്ട് നമുക്ക് ഉപ്പ് മേടിക്കേണ്ടി വരുന്ന സന്ദർഭത്തിൽ പകരം എന്തെങ്കിലും ഒന്ന് നിങ്ങൾ കൊടുത്തുകൊണ്ട് മാത്രമേ അത് സ്വീകരിക്കാൻ പാടുള്ളൂ. അതും കൈകൾ കൊണ്ട് ഉപ്പ് വാരി നേരിട്ട് നമ്മുടെ കൈകളിലേക്ക് തരുന്ന രീതി ഒരിക്കലും അഭികാമ്യമല്ല. ഉപ്പിന് നെഗറ്റീവ് എനർജിയെ വലിച്ചെടുക്കാനുള്ള ഒരു കഴിവുണ്ട്. ഉപ്പ് ഏതൊരാളാണോ കൈകൊണ്ട് വാരുന്നത് ആ വ്യക്തിയുടെ നെഗറ്റീവ് ഊർജം ആ ഒരു ഉപ്പിലേക്ക് ആദേശം ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ പണമായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ വസ്തുക്കളോ പകരം നിങ്ങൾ കൊടുത്ത് സ്വീകരിക്കുകയാണെങ്കിൽ അതിലൂടെ നമുക്ക് ഐശ്വര്യം ഉണ്ടാകുന്നതാണ്. ഉപ്പ് ഒരിക്കലും കടമായിട്ടും ദാനമായിട്ടും സ്വീകരിക്കരുത്. ഇനി നാലാമത്തെ വസ്തുക്കൾ പലതരത്തിലുള്ള ഇരുമ്പ് ഉപകരണങ്ങളാണ്. പലപ്പോഴും ഇരുമ്പ് ഉപകരണങ്ങൾ നമുക്ക് ആവശ്യമായിട്ട് വരും. നമ്മൾ അയൽ വീടുകളിലൊക്കെ പോയിട്ടാണ് അത് മേടിക്കുക. എന്നാൽ ഈ ഇരുമ്പ് ഉപകരണങ്ങൾ ഒരിക്കലും നമ്മൾ ദാനമായിട്ട് അത് സ്വീകരിക്കാതിരിക്കുക, സൗജന്യമായിട്ട് അത് സ്വീകരിക്കാതിരിക്കുക. ഇരുമ്പ് എന്ന് പറയുന്നത് ശനിയുടെ ധാതുവായിട്ടാണ് പറയപ്പെടുന്നത്. ശനിയുടെ ആ ഒരു ദാനം സ്വീകരിക്കുന്നതിന് തുല്യമായിട്ടാണ് ഇത്തരം ഇരുമ്പ് ഉപകരണങ്ങൾ നമ്മൾ സൗജന്യമായിട്ട് സ്വീകരിക്കുന്നതിന്റെ ഫലം പറയപ്പെടുന്നത്. അപ്പൊ സൗജന്യമായിട്ട് ഇരുമ്പ് ഉപകരണങ്ങൾ നമ്മൾ എവിടെ നിന്ന് സ്വീകരിച്ചാലും ശനിദേവന്റെ കോപം വരുന്നതിന് കാരണമാകും. അതുകൊണ്ട് നമുക്ക് പല ഇരുമ്പ് ഉപകരണങ്ങളും ചില സന്ദർഭങ്ങളിൽ ആവശ്യമായിട്ട് വരും. അത്തരം ഉപകരണങ്ങളൊക്കെ നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടാകാൻ പരമാവധി ശ്രമിക്കാം. എങ്ങാനും നമുക്ക് മറ്റൊരാളുടെ കടമായി വാങ്ങേണ്ടി വരുന്ന സന്ദർഭത്തിൽ ഉറപ്പായിട്ടും അതിനൊരു വാടക കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ പകരം എന്തെങ്കിലും ഒരു വസ്തു നിങ്ങൾ അത് കൊടുത്തുകൊണ്ട് മാത്രമേ സ്വീകരിക്കുവാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ഇനി അഞ്ചാമതായിട്ട് ചൂലാണ്. നമ്മുടെ ഗൃഹം വൃത്തിയും ശുദ്ധിയും ആക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചൂല് ഐശ്വര്യത്തിന്റെ പ്രതീകമായിട്ടാണ് കരുതിപ്പോരുന്നത്. അതുകൊണ്ട് തന്നെ ചൂല് ഒരിക്കലും കടമായിട്ടോ ദാനമായിട്ടോ സ്വീകരിക്കുന്നത് നമ്മുടെ ഗൃഹത്തിലെ ഐശ്വര്യം, നമ്മുടെ ഐശ്വര്യം നഷ്ടപ്പെടുന്നതിന് കാരണമായിട്ട് പറയപ്പെടുന്നുണ്ട്. ചൂലിനെ ഐശ്വര്യ ദേവതയായ മഹാലക്ഷ്മിയുമായിട്ട് ബന്ധപ്പെടുത്തിയും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചൂലിനെ യാതൊരു വിലയും കൽപ്പിക്കാതെ നമ്മൾ സൗജന്യമായിട്ട് സ്വീകരിക്കുന്നത് അതിനെ അനാദരിക്കുന്നതിന് തുല്യമാണത്ര. അതുകൊണ്ട് തന്നെ ചൂല് ധനം കൊടുത്ത് മാത്രം എപ്പോഴും സ്വീകരിക്കാം. അല്ലെങ്കിൽ പകരം എന്തെങ്കിലും ഒരു വസ്തു ദാനം തിരിച്ചു നൽകിക്കൊണ്ട് നിങ്ങൾക്കത് സ്വീകരിക്കാവുന്നതാണ്. ദാനമല്ല, പ്രത്യുപകാരമായിട്ട് നൽകിക്കൊണ്ട് നമുക്കത് സ്വീകരിക്കാം. ഒരിക്കലും സൗജന്യമായിട്ട് അത് സ്വീകരിക്കാതിരിക്കുക. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ 5ഓളം വസ്തുക്കൾ ദാനമായിട്ട് ഒരിക്കലും സ്വീകരിക്കാതിരിക്കാം. പൊതുവിൽ ഈ പറഞ്ഞ വസ്തുക്കളൊന്നും തന്നെ നമ്മൾ ദാനം സ്വീകരിക്കുന്നവരല്ല, അല്ലെങ്കിൽ ദാനമായിട്ട് സ്വീകരിക്കേണ്ട ആവശ്യം വരാറില്ല. പൊതുവിൽ എല്ലാവരുടെയും ഗൃഹത്തില് സർവ്വസാധാരണമായിട്ട് വാങ്ങി സൂക്ഷിക്കുന്ന വസ്തുക്കളാണ്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഈ വസ്തുക്കൾ നമ്മൾ അല്ലെങ്കിൽ നിങ്ങൾ അയൽ വീടുകളിൽ പോയിട്ട് കടമായിട്ട് അത് മേടിക്കാതിരിക്കുക. ഇനി ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന സാധനങ്ങളാണല്ലോ നമ്മൾ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ തന്നെ. ഇപ്പൊ ഈ വസ്തുക്കൾ നമ്മൾ മറ്റൊരാളിൽ നിന്ന് സൗജന്യമായിട്ട് സ്വീകരിക്കാൻ പാടില്ല എന്ന് പൂർവികർ ചുട്ടപ്പെടുത്തി വെച്ചിരിക്കുന്ന ആ ഒരു വിശ്വാസത്തിന് പിന്നിൽ ചില മനഃശാസ്ത്രപരമായ രഹസ്യം കൂടി ഉണ്ട് എന്നുള്ളതാണ്. ഒന്ന്, സൗജന്യമായിട്ട് നമുക്ക് കിട്ടുന്നതിനൊന്നും ഒരു മൂല്യം ഉണ്ടാവില്ല. എല്ലാ കാര്യങ്ങളും നമ്മൾ അധ്വാനിച്ച് നമ്മുടെ ധനം കൊണ്ട് മാത്രം ആർജിച്ചെടുക്കുക, അങ്ങനെയുള്ളതിന് മാത്രമേ മൂല്യം ഉണ്ടാകുള്ളൂ എന്ന് നമ്മുടെ പൂർവികർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടായിരിക്കണം ഒരു പക്ഷെ അവർ ഇങ്ങനെ ഒരു ആചാരം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ഇനി മറ്റൊന്ന്, ഇങ്ങനെ നമ്മുടെ വില കൊടുത്ത് അല്ലെങ്കിൽ നമ്മൾ അധ്വാനിച്ച പണം കൊടുത്ത് നമ്മൾ വാങ്ങുന്ന വസ്തുക്കൾ മാത്രമേ ശ്രദ്ധയോടും ആ ഒരു മൂല്യം കൊടുത്തുകൊണ്ട് നമ്മൾ വെച്ച് പെരുമാറുള്ളൂ. അപ്പോൾ ഈ വസ്തുക്കളൊക്കെ തന്നെ സൗജന്യമായിട്ടോ കടമായിട്ടോ വാങ്ങുന്നത് നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം അല്ലെങ്കിൽ ലക്ഷ്മി കടാക്ഷം നശിക്കുന്നതിന് കാരണമാകും എന്ന് ഞാൻ പറഞ്ഞു. ലക്ഷ്മി കടാക്ഷം എന്ന് പറയുന്നത് പൊതുവിൽ ധനമോ പണമോ സമ്പത്തോ മാത്രമല്ല, നമ്മുടെ ഗൃഹത്തിലെ ഐശ്വര്യവും സമാധാനവും ആരോഗ്യവും ഇതിനെ മൊത്തത്തിൽ ചേർത്താണ് ഈ ലക്ഷ്മി കടാക്ഷം എന്ന് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ ഐശ്വര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞ വളരെ നിസ്സാരപ്പെട്ട ചെറിയ കാര്യങ്ങളിൽ പോലും ഇത്രത്തോളം ശ്രദ്ധ പുലർത്തുന്നത് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ഇനി ഇവ വളരെ ചെറിയ വസ്തുക്കളാണ് എന്ന് പറഞ്ഞിട്ട് അതിനെ നിസ്സാരവൽക്കരിക്കാനും വരട്ടെ, ചെറിയ വസ്തുക്കളാണെങ്കിൽ പോലും ഇവ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ശക്തിയുള്ളതാണ്. അപ്പോൾ ഈ ഒരു വിശ്വാസവുമായി ബന്ധപ്പെട്ട ഈ വസ്തുക്കൾ നിങ്ങൾ ദാനമായിട്ട് കൊടുക്കാതിരിക്കുക, അത് സ്വീകരിക്കാതിരിക്കുക. അതിലൂടെ നമുക്ക് ഐശ്വര്യം നാളിൽ നാളിൽ വർദ്ധിക്കും. ഐശ്വര്യം എന്ന് പറയുന്നത് മുന്നേ സൂചിപ്പിച്ചതുപോലെ കേവലം പണം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന്റെ ഉയർച്ചയും സമാധാനവും ശാന്തിയും ഒക്കെയുമാണ്. വരുന്ന വീഡിയോയിൽ അടുത്ത അറിവുമായി കണ്ടുമുട്ടാം. നന്ദി.